ആൾക്കാർക്ക് നമ്മള് വെറുതെ പറയാം. ഹായ് എവ്രിവൺ, ഹാപ്പി ഓണം. സോ നമ്മൾ ഇന്നാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഗെയിംസ് കളിക്കാമെന്നാണ് ആദ്യം വിചാരിക്കുന്നത്. ആൻഡ് ദെൻ നമ്മൾ പുറത്തൊക്കെ പോയി ഒരു കാഷ്വൽ ഡേ ഔട്ട് കാണിച്ചു തരാം എന്ന് വിചാരിക്കുന്നു. സോ കം അലോങ്. നമ്മൾ റോഷനയുടെ വീട്ടിലാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. റീന കമ്മിങ് റീന. Yeah guys, so are you all excited? Yes. നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാണ്. അപ്പൊ നമുക്ക് ഓണം മെമ്മറീസിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഞങ്ങളിപ്പോ ഓൾമോസ്റ്റ് എത്ര വർഷമായി ഇവിടെ കൊറേ ആയി. എന്നല്ല എണ്ണാനൊന്നും നിക്കരുത്, കാരണം ഞാൻ കുഞ്ഞു ആവായിരുന്നു അപ്പൊ തൊട്ട് ഇതാണ് ഞങ്ങളാണ്. അല്ല, അപ്പൊ മുതലേ ഞങ്ങളാണ് ഒരുമിച്ച് ഓണം ഞങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ ഓണം ഒരുമിച്ചാണ്. ആൾക്കാർക്ക് നമ്മള് വെറുതെ പറയാം സത്യം. പക്ഷെ ഇറ്റ്സ് നോട്ട് ഒരു ബിറ്റ് പോലെ എക്സാജറേറ്റ് ചെയ്യല്ല നമ്മള്. അപ്പൊ ഇങ്ങനെയാണ് അല്ലെ, ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 5 years ആയിട്ട് ഓണം സദ്യ അങ്ങനെ എല്ലാം നമ്മൾ ഒരുമിച്ചാ കഴിക്കാറ്. സ്വന്തം വീട്ടിൽ നിന്ന് സദ്യ കഴിക്കും, എന്നിട്ട് ഒരുമിച്ച് എല്ലാരും കൂടി കൂടും, കുഞ്ഞല്ലേ കളിക്കും. അതൊക്കെയായിരുന്നു നമ്മുടെ ഓണം മെമ്മറീസ് മെയിൻലി. സത്യം പറഞ്ഞ ഓണം മെമ്മറീസ് ഒക്കെ ഇവരൊക്കെ തന്നെ ആണ്. അതെ, എന്താണ് ഓണം എന്ന് ഇരിക്കുമ്പോ എനിക്ക് ഇവരെ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെസ് ദ ഐറ്റംസ് ഓൺ യുവർ ഫോർഹെഡ്. അപ്പം ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് സദ്യയിലുള്ള ഐറ്റം ആണ്. അതാണ് ഹിന്റ്, ആകെയുള്ളൊരു ഹിന്റ്. അപ്പം ഇത് ഓരോ സ്ലിപ്പിലും ഓരോ ഐറ്റം ആണ്. ഇതിൽ ഓരോന്ന് ദ പേഴ്സൺ ഹൂസ് പ്ലേയിങ് അവിടെ എടുക്കും, എന്നിട്ട് ഫോർഹെഡിൽ വെക്കും. എന്നിട്ട് ഈ എടുക്കുന്ന ആൾക്ക് കേൾക്കില്ല, കാരണം ഞങ്ങൾ ഹെഡ്ഫോൺസ് വെച്ച് കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ഈ പേഴ്സൺ അറിയില്ല പുള്ളിയുടെ ഫോർഹെഡിൽ എന്തായിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പം ടീംമേറ്റ് എന്ത് വിധത്തിലും വായ തുറക്കാതെ ഏത് ആക്ഷൻ കാണിച്ചായാലും എങ്ങനെയായാലും പറയിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്ന ടീം വിൻസ്. ഓക്കെ, അപ്പൊ ഗെയിം തുടങ്ങാനായിട്ട് ഞാൻ ആദ്യം ഇവരുടെ ടീമിനാണ് ഫസ്റ്റ് വിളിക്കുന്നത്. കയ്യിൽ പിടിച്ചാ മതി. ഞാൻ നോക്കി എനിക്ക് വായിക്കാനുള്ളല്ല. ഓക്കെ, ചെക്കനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് വെച്ചോ. ഇങ്ങോട്ട് സാധ്യത അങ്ങനെ വിളിച്ചാൽ മതി, പറയിപ്പിക്കാം. എന്നിട്ട് ഇതാണ് സാധനം, കിട്ടിയേക്കുന്ന സാധനം ഇതാണ് ഫിയോണിന്. പഴം, പപ്പടം, ക്യാമറ ഇരുന്നാ മതിയാ. ഓക്കെ, അടുത്ത പോരാളി ബാളു. എന്നാ പോരാളി നോക്കണ്ട, കണ്ണടക്കൂ. പായസം, പച്ചടി, കയ്യില, ഗ്ലാസ്, പായസം, ചോറ, സാമ്പാർ, അവിയല്, രസം, മാങ്ങാച്ചാറ്, മാങ്ങ പരിസരം, മാങ്ങ സാമ്പാർ, അവിയൽ. അവിയലിനോടുള്ള അവിയലാണോ? അവിയൽ
ചോറ് മാങ്ങ ഒന്നുകൂടി കളി, ഒന്ന്. കറി കറിയാണ്. പായസമല്ല, കറി കറി. മാങ്ങയാണോ? ആ മാങ്ങ ആ മാങ്ങ. പുളി മാങ്ങപ്പുളി മാങ്ങാപ്പുളി. മാങ്ങപ്പുളി മാങ്ങപ്പുളി മാമ്പഴം ആ മാമ്പഴം. മാമ്പഴം പുളി. മാമ്പഴം ആ, മാമ്പഴം മാമ്പഴ. മാമ്പഴം പായസം പറയല്ലേ പായസം. മുരിങ്ങാക്കോല് അതെ ഫിയോണ അറിയാം വളക്കറി ഫുള്ള് കാണിച്ചു കൊടുത്തു. മാമ്പഴ പുളിശ്ശേരി ഇതാണ് സാധനം. ഞാൻ പറഞ്ഞു തരാം. ചേച്ചി പറയൂ. കണ്ടോ? കണ്ടു. അത് ഞാൻ എന്റെ എക്സ്പ്രഷൻ ഒക്കെ എന്താണ് നിക്കേ. ചോറ് ചോറ് പായസം രസം രസം സാമ്പാറ ആ അത് കുഴപ്പമില്ല. ഏ ഏ ഓ പുളി പുളി പുളിയിഞ്ചി. ഓക്കേ കറിയാണോ ഒഴിച്ചു കൂട്ടണത്? പായസം തീർന്നാ? കറിയാണോ? കറിയല്ല, സദ്യയിലുള്ളതല്ലേ. എന്ത് ഹൈലൈറ്റ് സാധനം മോര്. ഒഴിച്ച് കഴിക്കണതാണ്. അല്ല, കഴിക്കണതേ അല്ല. ചോറ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗെയിമിലേക്ക് പോവാം. സെക്കൻഡ് ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് മൂവി ഡയലോഗ്സ് എഴുതിയിട്ടുണ്ട്. ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ്, ഗ്രൂപ്പ് ഗെയിം അല്ല. സോ ഇത് ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിനകത്ത് മൂന്ന് ലോട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വന്ന് ചൂസ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ ഒരു മൂവി സീനാണെങ്കിൽ അതിനകത്ത് 2-3 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണ് ഇതിൻ്റെ അകത്ത് ഒരു ലോട്ട് ചൂസ് ചെയ്തേക്കണം. സോ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എനിക്ക് ഇതിൽ നിന്ന് ആരെ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതാണ് ടാസ്ക്. സോ ആദ്യത്തെ ആളാ ഞാൻ ചൂസ് ചെയ്യാൻ പോണേ. മൃദു. എങ്ങനെയാണെന്ന് അറിയാൻ. സോ ഇഷ്ടമുണ്ടോ? ഇതെല്ലാം ഒന്നല്ലേ? അല്ല, ഡിഫറെന്റ്. അല്ല, വലിയ കിട്ടിയിരുന്ന എനിക്ക്. ഓക്കെ, ഒരാളുണ്ടല്ലോ, ഒരാളല്ലേ? ആ, ക്രിച്ചിന്റെ മമ്മഴത്തിലെ ഡയലോഗാണ് ഗൈസ്. ആരെ വേണം ടീമായിട്ട് ആക്ട് ചെയ്യാൻ? കുഴപ്പമില്ല, ബി മാത്രമുള്ളല്ലേ? രണ്ട് മാത്രമുള്ള. ഞാൻ ഇരിക്കല്ലേ, നീ വന്ന് കേറ്. കാലിക്കട്ട് കണ്ണൂർ എവിടെയെങ്കിലും പോ, നീ വന്ന് നടിയുടെ ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്യാ. പിന്നെ രണ്ടാമത്തെ ലോട്ടിന് ആരെ വിളിക്കണം? മൃദു അല്ലേ? മൃദു നന്നായിട്ട് അഭിനയിച്ചില്ലേ? മൃദു ചൂസ് ചെയ്തോ? ആരെ വിളിക്കണം? ഭാവനാണോ അടുത്ത ആരാണ് ചൂസ് ചെയ്യണ? ആരെ? അയ്യോ ഇതെന്താ
എന്താ ചൂസ് ചെയ്യണ ആര്? മഹേഷിന്റെ മഹേഷിന്റെ പ്രതികാരത്തിലാ ചൂസ് ചെയ്യ്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ ആലോചിച്ച ആള് അഭിനയിച്ചല്ലേ. സോന, നിങ്ങളുടെ പ്രകാശന്റെ സ്റ്റുഡിയോ എങ്ങനെയുണ്ട്? ബാലാണോ? അടിപൊളിയാ. എന്നാ എനിക്കൊരു ഫോട്ടോ അടിക്കാൻ വനിതയുടെ കവറുകൾ കോമ്പറ്റീഷന് വേണ്ടിട്ടാ. ഓ എന്നാ കൊച്ചിന്റെ മടിയിലോട്ടിരി. ശരി ചേച്ചി. സോ ലാസ്റ്റ് ലോട്ടാണ്. ലാസ്റ്റ് ലോട്ട് ഇതുവരെ അഭിനയിക്കാത്ത ഒരുത്തനെ നമുക്ക് വിളിക്കാം. ഒരുത്തൻ. നീയാണ് ഒരുത്തൻ. തുറന്നു നോക്ക്. മലയാളം വായിക്കണോട്ടെ. അല്ലാണിതെല്ലാം വായിക്കണം. എല്ലാം വായിക്കണം. ഇതിലൊക്കെ ഏത് കറക്റ്റർ വേണമെന്ന് നോക്കട്ടെ. ഭീമതി ക്യാമറ പറ. നീ തീരുമാനിക്ക്. പറയട്ടെ. എ ഇല്ലേ, മാർച്ച് ചേർട്ടെ. സി പേരെന്താ? വിശക്കണോന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞേ. ചോറെടുത്ത് കൊടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ഗെയിം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സോങ് ഗെസ്സിംഗ് ചാലഞ്ച്. ഒരു സോങ്ങിന്റെ ഒരു 2 or 3 minutes ആദ്യത്തെ 2 or 3 seconds വെക്കും. എന്നിട്ട് അവര് അത് ഏത് സോങ് ആണെന്ന് ഗെസ് ചെയ്തെടുക്കണം. ഇത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് വേണം ആൻസർ പറയാം. ഫ്ലാഷ് ആവരുത് എല്ലാവരുടെയും ആൻസർ. ഐ ഗസ് റെഡി? യെസ്. ഓക്കെ, ഫസ്റ്റ് സോങ് വെക്കണേ. പൂവേ പൂവേ ഓക്കെ, സ്കോർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സോങ് ഏതോ സായാഹ്ന സ്വപ്നങ്ങൾ. പാട്ടിന്റെ എക്സ്പ്രസോ. ഓക്കെ, നെക്സ്റ്റ് എല്ലാരും സൈലന്റ് ആദ്യം പറഞ്ഞു. One of the girls will get. ഓക്കെ, മൃദു ഗോൾസ് ആണോ? അയ്യോ പാട്ട് ടൈലടാ സോങ് ആണ്. അതല്ല പുതിയത്. അറിയില്ല എനിക്ക്. ടൈലയുടെ സോങ് ആ വേർഡിൽ തന്നെ ഉണ്ട്. Is it? Is it? Is it? Is it? ഇത്രയുള്ളൂ. ഓക്കെ, ലാസ്റ്റ് സോങ് ആണേ. പറഞ്ഞു നൈറ്റ് ചേഞ്ചസ്. എനിക്ക് മലയാളം സോങ്സ് അറിയില്ല ഗൈസ്, ആകെ മുന്നോട്ട് അറിയുള്ളൂ. ഓക്കെ, ബൈ. സോ നമ്മൾ ഗെയിംസ് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വിചാരിക്കണത് കഫേയിൽ പോവുക എന്നാണ്. നമ്മൾ എവിടെയാ പോണ? ഏത് കഫേയിലാണ് പോണ റീന? പന്തലിൽ പോവാല്ലേ? ഞങ്ങള് മിക്കവാറും പന്തൽ. യാരെന്ത ദേവതൈ യാരെന്ത ദേവതൈ. She's not ദേവത, she's ഇപ്പം നമ്മൾ ഗെയിംസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചെറിയ പോസിങ് പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പന്തലിലാണ് ഇപ്പോൾ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇൻറ്റീരിയർ കാണിക്കാത്തത് ക്യാമറ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ ക്യാമറ അലൗഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ പിക്ചേഴ്സൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുള്ള ഉത്രാട ദിനം കഴിഞ്ഞു.
എൻ്റെ വീട്ടിലെല്ലാവരും സദ്യ കഴിക്കാനായിട്ട് പെലയിട്ടിരുന്നു. അമ്മ ചേച്ചി ഞങ്ങൾക്ക് വിളമ്പി തരാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തൊക്കെയൊക്കെ വർത്താനം പറയുന്നുണ്ട്. അതങ്ങനെയല്ലേ, ഇങ്ങനെ എല്ലാം വെച്ച് കഴിയുമ്പോ ഒരു മനസ്സുഖം കിട്ടൂലേ. എനിക്കത് പൊട്ടണം. കൈസറിയുടെ പപ്പടം പൊട്ടിക്കും. പിന്നെ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സദ്യ ഒക്കെ കഴിച്ച് പായസം കടിച്ചിരിക്കണേ. വേണ്ടത് സദ്യ. ഇറ്റ് വാസ് ഗുഡ്. ബാക്കി മെമ്പേഴ്സ് ഈ ഓണൊരു പാട്ട് പറഞ്ഞാണ് ഓണത്തിന്. പാട്ടോട് ഓണ റിലേറ്റഡ്. ക്യൂട്ടസ് റിയൽ. അതെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഫ്യൂച്ചറിൽ വലിയ വലിയ സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെക്കുറിച്ച് പറയാം. കിക്കിൾസ് എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പറഞ്ഞ് നിങ്ങൾ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അത്രേ ഉള്ളൂ. Do subscribe to our channel. Bye.